എന്തായാലും വേൾഡ് കപ്പൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അർജൻറ്റീനയും സ്പെയിനും ഫൈനൽ കളിച്ചു. സ്പെയിൻ ജയിച്ചു. പക്ഷേ എനിക്ക് തോന്നിയതേ, ഇതിന് മുമ്പ് കുറേ ടീമുകൾ പുറത്തായിരുന്നു. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ബ്രസീൽ, പോർച്ചുഗൽ, അങ്ങനെ ഇഷ്ടപ്പെട്ട കുറേ ആരാധകരുണ്ട്, ടീമുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷെ ഞാൻ കണ്ടതേ, സ്പെയിൻ്റെ ഒരു ഫോട്ടോ ഇടാൻ ആരും തയ്യാറായില്ല. ജേതാക്കൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്പെയിൻ്റെ ഒരു ഫോട്ടോ ഇടണ്ടേ. പക്ഷേ ഇപ്പോൾ ബ്രസീലിൻ്റെയും പോർച്ചുഗലിൻ്റെ ഒക്കെ ആരാധകർ ചെയ്തത് അർജൻറ്റീനയുടെ കുറേ എന്താ പറയുക, ഒരു നെഗറ്റീവ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ട് അവർ ആസ്വദിക്കുന്നു. എനിക്കതിൽ അങ്ങനെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയില്ല. ശരിക്കും നമ്മളെന്താ ചെയ്യേണ്ടത്? ജയിച്ച ടീമിനെ സപ്പോർട്ട് ചെയ്യണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയണ കേട്ടോ. പിന്നെ ഫിഫേനെ കുറ്റം പറയണു. ഇത്ര വലിയൊരു എന്താ പറയുക, ഇത്ര വലിയൊരു പ്രോഗ്രാം നടത്തണ ഫിഫേനെയും ഇവരെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യങ്ങളുണ്ടാ? എന്തായാലും കുറേ നല്ല കളികൾ നമുക്ക് കാണാൻ പറ്റി. പുതിയ ടീമുകൾ കുറേ വന്നു, ആഫ്രിക്കൻ ടീമുകൾ വന്നു. ഇതൊക്കെ ഒരു രസമായി, അതൊക്കെ ഒരു ആസ്വദിക്കുക. എനിക്കങ്ങനെ തോന്നിയൊരു കേസ് ഞാൻ പറഞ്ഞേനെ. ഞാൻ ആരും ബ്രസീലുകാരോ പോർച്ചുഗലുകാരോ സ്പെയിൻ്റെ ഒരു ഫോട്ടോ ഇട്ടതായിട്ട് കണ്ടില്ല. അർജൻറ്റീനയുടെ കുറേ എന്താ പറയുക, അവർ മോശമെന്നുള്ള ഒരു കുറേ ഫോട്ടോസ് ഇട്ടു. അതിൽ നമുക്ക് എന്ത് സന്തോഷം ഉണ്ടാവണം? അതൊന്നും കാര്യമില്ല. ജയിച്ചവരെ അംഗീകരിക്കണം. അർജൻറ്റീന വളരെ മോശമായിട്ടുള്ള കളിയായിരുന്നു ഫൈനലിൽ കളിച്ചത്. അതൊക്കെ ശരി തന്നെയാണ്. നമ്മളൊരു ടീം ജയിക്കുമ്പോൾ അവരെ അംഗീകരിക്കാനുള്ള ഇത് വേണം. സ്പെയിൻ സൂപ്പർ ടീം തന്നെയായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും അവർ ഫുട്ബോളിൻ്റെ സൗന്ദര്യം കാണിച്ചു തന്നിട്ടുള്ള ടീമാണ്. ഈ വേൾഡ് കപ്പൊക്കെ നമുക്ക് അടിപൊളിയായി, സൂപ്പറായി. എനിക്ക് 4 കൊല്ലം നമ്മൾ കാത്തിരിക്കണം. ആ ടൈമിൽ ആരൊക്കെ ഉണ്ടാവും എന്തൊക്കെയൊന്നും നമുക്കറിയുന്നില്ല. അപ്പോൾ ഓക്കേ.